ഇറ്റ്സ് മീ ശരണ്യ. ഇന്ന് കുറച്ച് സലൂൺ വിശേഷങ്ങളായാലും. സോ അത് എങ്ങനെ കളർ ചെയ്താലായിരിക്കും ഫേസിൻ്റെ ഷേപ്പിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഹൈലൈറ്റ് ആവാന്നുള്ളത് നോക്കിയാലോ. ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് നമ്മുടെ ഫേസിലേക്ക് ഭംഗി കൂട്ടാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി നിങ്ങളുടെ ഫേസ് റൗണ്ട് ഫേസ് ആണെന്ന് വിചാരിച്ചു, നമുക്കൊക്കെ എന്താ പ്രശ്നം? ചീക്കായിരിക്കുമല്ലേ പ്രശ്നം. ഉള്ള ഫേസിന് ഏത് കൈൻഡ് ഓഫ് ഹെയർ കളർ ആയിരിക്കും ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മീ ശരണ്യ. നമുക്കൊക്കെ അല്ലേ ഒരുപാട് ഫേസ് ഷേപ്പുകൾ ഉണ്ടല്ലേ. എല്ലാവരുടെ ഫേസ് ഷേപ്പും ഭയങ്കര ഡിഫറൻസ് അല്ലേ. സോ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, നമ്മളെപ്പോലെ വേറൊരാളെ നമുക്ക് കാണുക എന്നുള്ളത് ഭയങ്കര ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. സോ പല ആൾക്കാരും ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് നമ്മുടെ ഫേസിലേക്ക് ഭംഗി കൂട്ടാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെ വ്യക്തമായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഓരോ ഫേസ് ഫീച്ചേഴ്സിനും അല്ലെങ്കിൽ ഓരോ ഫേസിൻ്റെ ഷേപ്പിനും വ്യത്യസ്തമായിട്ടുള്ള ഹെയർ കളറിങ് മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം നിങ്ങളൊരു റെഫറൻസ് കാണിച്ച് ഒബ്വിയസ്ലി ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റാണ് ഏതൊരു സലൂൺ ഓണേഴ്സും അല്ലെങ്കിൽ ഏതൊരു സ്റ്റൈലിസ്റ്റും ഫസ്റ്റ് കൺസിഡർ ചെയ്യുള്ളൂ. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റിനെ പറ്റി നിങ്ങൾ ഫുള്ളി ബോധവാന്മാരായിരിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു സ്ക്വയർ ഫേസ് ആണെന്ന് വിചാരിച്ചോ. ഓൾറെഡി നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ജോ ലൈനൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ. നിങ്ങൾ റൂട്ടിൽ നിന്നുള്ള ഹെയർ കളറൊക്കെ എപ്പോഴും നല്ല ഡാർക്കർ ടോണ് കൊടുത്തിട്ട് ജോ ലൈന് താഴെയുള്ളത് എപ്പോഴും ഒരു ഹൈലൈറ്റ് ടോൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൻ്റെ ഫീച്ചേഴ്സിന് അത് ഒരു സോഫ്റ്റ് ലുക്ക്, നിങ്ങളുടെ ഫേസിന് വേണ്ടത് ഒരു സോഫ്റ്റ് ലുക്കാണ്. ആ ഒരു സോഫ്റ്റ് ലുക്ക് കിട്ടാനായിട്ട് അത് പെർഫെക്റ്റ് ആയിരിക്കും. ഇനി നിങ്ങളുടെ ഫേസ് റൗണ്ട് ഫേസ് ആണെന്ന് വിചാരിച്ചു, നമുക്കൊക്കെ എന്താ പ്രശ്നം? ചീക്കായിരിക്കുമല്ലേ പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർഹെഡിൽ നിന്നും റൂട്ടിലേക്കുള്ള ഹെയർ കളർ എപ്പോഴും ഒരു ബ്രൈറ്റ് ടോണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ രണ്ട് സൈഡിലേക്കും വരുമല്ലോ താഴേക്കുള്ള ഹെയർ, അത് ജോലൈൻ്റെ താഴേക്കുള്ള ഹെയർസ് എപ്പോഴും ഒരു ഡാർക്കർ ടോണ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അങ്ങനെ വന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസ് കുറച്ച് ലോങ് ആയിട്ട് കിട്ടാൻ വേണ്ടി, അത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ് ഒരു ചബ്ബീന്ന് മാറി നിങ്ങളുടെ കോണ്ടോറിങ് ഒക്കെ കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്കൊരു ഹാർഡ് ഫേസ് ഉള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നെറ്റി നല്ല വീതിയുള്ളതും താടി ഭാഗം കൂർത്ത ആൾക്കാർ, അങ്ങനെയാണ് നമ്മൾ ഹാർഡ് ഫേസ് എന്ന് പറയാം. ഈ ഹാർഡ് ഫേസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഈ ഒരു ഫേസിൻ്റെ ഫീച്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബാലേജ് ഓംബ്രെ പോലുള്ള ഹെയർ കളർ വേണം മെയിനായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നിങ്ങൾക്ക് മേലേന്ന് എപ്പോഴും ഡാർക്കായിട്ട് അടിയിലേക്ക് എപ്പോഴും ലൈറ്റായിട്ടുള്ള ബ്ലോണ്ട് ഷെയ്ഡ് മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫേസിനത് നല്ല അടിപൊളി ലുക്ക്. നിങ്ങളുടെ ഫേസ് ഒരു ലോങ് ഫേസ് ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക്